നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. മഴക്കാല രോഗങ്ങൾ നിരവധിയാണ്. കുട്ടികളും മഴക്കാല രോഗങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങിയ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ KS പ്രവീണാണ്. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, മഴക്കാലമാണ്, കാലവർഷം ഇങ്ങെത്തി. ഈ മഴക്കാല രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, മഴയോടൊപ്പം എത്തുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. പകർച്ചപ്പനികളും മറ്റ് പകർച്ചവ്യാധികളും ഈ മഴക്കാലത്ത് നമ്മളെ എത്രത്തോളമാണ് ബുദ്ധിമുട്ടിക്കുന്നത്? മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും ഈ മഴക്കാലം ഈ സാംക്രമിക രോഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ ജന്തുജന്യ രോഗങ്ങളുടെയൊക്കെ ഒരു സമയമാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള രോഗങ്ങളാണ് ഈ മഴക്കാലത്ത് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും കാണുന്നത്. ഒന്ന്, ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് ഈ സ്രവങ്ങൾ മൂലമൊക്കെ പകരുന്ന ഈ ജലദോഷപ്പനി പോലെയുള്ള രോഗങ്ങൾ. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ ഇൻഫ്ലുവൻസ പോലുള്ള ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറൽ പനികൾ. അത് നമ്മളിപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നത് പോലെ കൊണ്ട്, അതായത് സ്കൂൾ അവധിയായതുകൊണ്ട് ഇങ്ങനെയുള്ള വൈറൽ പനികൾ അധികം കാണുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ ഫ്ലൂ പോലെയുള്ള ഇൻഫ്ലുവൻസ പോലെയുള്ള വൈറൽ പനികൾ വീണ്ടും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്, നമുക്ക് ഈ ജലജന്യ രോഗങ്ങൾ, അതിപ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് അത് കുറച്ച് കാണുന്നുണ്ട്. അത് വയറിളക്ക രോഗങ്ങൾ നമ്മൾ സാധാരണ കാണുന്നത് കൂടാതെ ഇപ്പോൾ നമുക്ക് പല ജില്ലകളിലും ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് A വൈറസ് പോലുള്ള മഞ്ഞപ്പിത്ത രോഗങ്ങൾ, അതായത് ഈ ജലജന്യ രോഗങ്ങളാണ്. അത് ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ജലജന്യ രോഗങ്ങൾ. അതിൻ്റെ ഒരു വെല്ലുവിളി നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നേരിടുന്നുണ്ട്. മൂന്നാമത്, നമുക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നത് എപ്പോഴും ഈ മഴക്കാലത്ത് നമ്മുടെ ജന്തുജന്യ രോഗങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കൊതുകുജന്യ രോഗമായ നമ്മുടെ ഡെങ്കിപ്പനിയാണ്. അത് എല്ലാ വർഷം പോലെ തന്നെ നമുക്കിപ്പോഴും കേസുകളുടെ എണ്ണത്തിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു നമ്പർ കാണുന്നുണ്ട്. രണ്ടാമത്, നമുക്ക് ഈ എലി പോലെയുള്ള ജീവികൾ വഴി പകരുന്ന എലിപ്പനി, അതെപ്പോഴും നമ്മുടെ കേരളത്തിൽ എലിപ്പനി കാണാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കുട്ടികളുടെ കാര്യത്തിലും നമുക്ക് എപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്ന സമയത്ത് മഴ കൂടി ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ഒരു കരുതലെടുക്കേണ്ടതുണ്ട്. അത് ഈ മഞ്ഞപ്പിത്തമാണെങ്കിലും വയറിളക്ക രോഗങ്ങളാണെങ്കിലും എലിപ്പനിയാണെങ്കിലും ഇതൊക്കെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് കൃത്യമായിട്ടൊരു ചികിത്സ കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ആവശ്യമാണ്. വ്യക്തമാണ് ഡോക്ടർ. കുട്ടികളുടെ ആഹാര കാര്യമാണ് ഈ ഒരു സമയത്ത് പ്രധാനമായിട്ട് നമ്മൾ വലയ്ക്കുന്നത്. എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം, ആ ഭക്ഷണം കൊടുക്കേണ്ട രീതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? അതെ, നമ്മൾ ഓരോ പ്രായമനുസരിച്ചാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആഹാരം പറയുന്നത്. നമ്മളിപ്പോൾ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മുലപ്പാൽ മാത്രമേ ആ കുഞ്ഞിന് 6 മാസം വരെ ദഹിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കോംപ്ലിമെൻ്ററി ഫീഡ്സ്, ഓരോ കുറുക്കുകൾ, ഏതെങ്കിലും ഒരു ധാന്യം, ഒരു സിംഗിൾ ധാന്യം വെച്ചിട്ടുള്ള കുറുക്ക് കൊടുത്തു തുടങ്ങുന്നു. അതിനുശേഷം നമ്മൾ ഒരു 2 ആഴ്ചയെങ്കിലും ആ ഒരു കുറുക്ക് കൊടുത്ത് ആ കുഞ്ഞിന് ഇത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ രണ്ടാമതൊരു കുറുക്ക് ആ കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ഓരോ പ്രായമനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഓരോ ആഹാരം കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസുഖങ്ങളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ആഹാരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആഹാരം കഴിക്കാനൊരു മടി കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് കാരണം കൊടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് കൂടുതൽ ക്ഷീണവും അല്ലെങ്കിൽ അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സങ്കീർണതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഈ ആഹാരവും വെള്ളവും കൂടുതൽ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുടിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഡെങ്കിപ്പനി പോലെയുള്ള ഒരു വൈറൽ പനിയാണെങ്കിൽ ആ വൈറസിനെതിരെ നമുക്ക് പ്രത്യേകിച്ച് മരുന്നോ അല്ലെങ്കിൽ ചികിത്സയോ ഇല്ല. അവിടെ ഏറ്റവും വലിയ മരുന്ന് അല്ലെങ്കിൽ ചികിത്സ എന്ന് പറയുന്ന വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് അവിടെ ഏറ്റവും വലിയ മരുന്ന്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നേരത്തെ മനസ്സിലാക്കി അവിടെ വെള്ളം കുടിപ്പിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ആഹാരം കഴിപ്പിക്കുക എന്നുള്ളതാണ്, അവിടെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഒരു വയറിളക്ക രോഗമാണെങ്കിൽ പോലും നമ്മൾ സാധാരണ ഈ പലപ്പോഴും
പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് വയറിളകി പോകുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആഹാരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വയറിളകി പോകുമല്ലേ ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് ആഹാരം കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം കുഞ്ഞിൻ്റെ അവിടെ വെയിറ്റ് കുറയാനും ഈ വയറിളക്കത്തിൻ്റെ കൂടുതൽ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആഹാരം നമുക്ക് ഈ ഒരു രോഗങ്ങളുള്ള അവസ്ഥയിൽ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കുഞ്ഞിന് ചിലപ്പോൾ ആഹാരത്തിൻ്റെ ആവശ്യം വരും. അത് കൃത്യമായിട്ട് ചെറിയ ഇടവേളകളിൽ ചെറിയ ആഹാരമായിരിക്കും കുഞ്ഞിന് ചിലപ്പോൾ അവിടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പനിയുള്ള സമയത്ത് ചിലപ്പം മുതിർന്നവരെ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും വിശപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ നാവിന് രുചി കാണത്തില്ല. അപ്പം നമുക്ക് കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ആഹാരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അത് ചെറിയ ഇടവേളകളിൽ കഞ്ഞി ചെറിയ അളവിൽ കൊടുക്കുക. അപ്പോൾ കൂടുതൽ അളവ് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ക്രമീകരിച്ച് ആഹാരം നൽകുക എന്നുള്ളതും ഈ ഒരു പനിയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള സമയത്ത് അവരുടെ ആഹാരം വളരെ പ്രധാനമാണ്. ആഹാരത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലുള്ള പല പനികളിലും അല്ലെങ്കിൽ രോഗങ്ങളിലും വെള്ളം വളരെയധികം നമ്മുടെ ഈ BP മെയിൻറ്റെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഈ രോഗത്തിൻ്റെ ഈ ഗുരുതരാവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ പലപ്പോഴും വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുട്ടികൾ പലപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, ഇതുപോലെ തന്നെ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ വളരെയധികം മടിയായിരിക്കും. അപ്പോൾ അവരെ പ്രത്യേകിച്ചും ഈ തിളപ്പിച്ചാറിയ വെള്ളം, സാധാ വെള്ളം കുടിക്കാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടാവില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ കൂടുതൽ അവർക്ക് ജലാംശം എത്തുവാൻ നമുക്ക് സ്വീകരിക്കാവുന്ന മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്യൂസുകൾ കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ജ്യൂസ് വീടുകളിൽ ഉണ്ടാക്കുന്ന എല്ലാ ജ്യൂസുകളും നമുക്ക് കൊടുക്കാം. പക്ഷേ അതിൽ ഒരുപാട് മധുരമൊന്നും എക്സ്ട്രാ ഷുഗർ അല്ലെങ്കിൽ മധുരം ആഡ് ചെയ്യാതെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിനോട് കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് A പോലുള്ള രോഗങ്ങൾ നമുക്കിപ്പോൾ പല ജില്ലകളിലും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും പകരുന്നത് ഇതുപോലെയുള്ള നമ്മുടെ ഈ ശുദ്ധമല്ലാത്ത ജലം വഴിയാണ്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത, ഒരു കഴുകാത്ത ഗ്ലാസ്സിൽ നിന്ന് പോലും ഇതുപോലെയുള്ള വൈറൽ രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശീതളപാനീയങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജ്യൂസ് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന, ഒരു കടയിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് അതിലിടുന്ന ഐസ് പോലും വളരെ പ്രധാനമാണ്. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഐസ് എടുക്കുന്ന ആ ഐസ് ഉണ്ടാക്കുന്ന ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, ബോംബെയിൽ നിന്നും CM നായർ. CM നായർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ചോദിക്കൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ, നമസ്കാരം. ഞാൻ ബോംബെന്നാണ് സാർ. അപ്പൊ എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുള്ളതാണ്. ഈ മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിൽ തന്നെ ഈ കൂൾ ഡ്രിങ്ക്സ് അലിയാനെങ്ങനെ കമ്പക്കോള കൂൾ ഡ്രിങ്ക്സ്, ഇതുപോലുള്ള മാംഗോ ജ്യൂസ്, ഇതുപോലുള്ള കൂൾ ഡ്രിങ്ക്സ് സാധനങ്ങൾ, പാനീയങ്ങൾ കുട്ടികൾ കുടിക്കുന്നതുകൊണ്ടുള്ള ഡിഫക്റ്റ് എന്താണ്? പ്രത്യേകിച്ചും മഴക്കാലത്ത് അതുപോലുള്ള ഈ ഐസ്ക്രീം ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷെ മഴക്കാലത്ത് ഇത് അധികം ഉപയോഗിക്കാൻ പാടുണ്ടോ കുട്ടികൾ? അധികം മഴക്കാലത്ത് ഈ കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ഇതുപോലുള്ള തണുത്ത സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് തൊണ്ടയ്ക്ക് വേദന അല്ലെങ്കിൽ ജലദോഷം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഈ കൂൾ ഡ്രിങ്ക്സിന്റെ പ്രസക്തി എന്താണ് ഈ മഴക്കാലത്ത് കുട്ടികൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളാണോ ഈ കൂൾ ഡ്രിങ്ക്സ്? ചോദ്യം വ്യക്തമാണ്, ഞാൻ പറയാം. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തണുപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും, രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്നുള്ള ഈ പറയുന്ന കൂൾ ഡ്രിങ്ക്സ്, ശീതളപാനീയങ്ങൾ കഴിക്കുമ്പം അതിൻ്റെ ഈ ജലത്തിൻ്റെ, ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ ശുദ്ധത, അല്ലെങ്കിൽ അത് ശുദ്ധമായ ജലത്തിലാണോ ഈ ശീതളപാനീയങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പ്രധാനം. ഈ തണുപ്പ് കൊണ്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ പ്രധാനം ഈ പറയുന്ന അതിൽ ഉപയോഗിക്കുന്ന ജലം ശുദ്ധമാണോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ പലപ്പോഴും ഐസ് ഇടാറുണ്ട്. ഐസ് ഇടുന്നത്, ഈ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജലം ശുദ്ധമല്ലെങ്കിൽ പോലും ഈ ഐസിൽ പോലും നമുക്ക് ഈ പറയുന്ന വൈറൽ രോഗങ്ങൾ പകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതാണ് നമുക്ക് കൂടുതലും ഈ തണുപ്പൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ തണുപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഈ അലർജി രോഗങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക്, ശ്വാസം മുട്ടൽ, ചുമയൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക്
ഈ തണുപ്പുള്ള സമയത്ത് കൂടുതൽ തണുപ്പുള്ള സാധനങ്ങൾ കഴിച്ചാൽ ചുമയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീണ്ടും എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അല്ലാതെ നമ്മൾ ഒരു തണുപ്പ് കൊണ്ട് നേരിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ അലർജി, ശ്വാസം മുട്ടൽ, ചുമയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളതൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശുചിത്വ കാര്യത്തിൽ ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും കുട്ടികൾ അവർ മഴ നനഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഇനിയിപ്പം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ശുചിത്വം എത്രത്തോളം പ്രധാനമാണ് അവരുടെ ആരോഗ്യത്തിൽ? അതെ, നമ്മളിപ്പം ഈ പറഞ്ഞ രോഗങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു പ്രതിരോധത്തിൽ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ജലജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ ശുചിത്വം, പ്രത്യേകിച്ച് ഹാൻഡ് വാഷിങ്, കൈ കഴുകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാധാരണ വയറിളക്ക രോഗങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൈ കൃത്യമായിട്ട് കഴുകിയിട്ട്, അത് സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്താണെങ്കിലും ഹാൻഡ് വാഷിങ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഹാൻഡ് വാഷിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അത് കുഞ്ഞുങ്ങളും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പലപ്പോഴും ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നമ്മളൊരു കഫ് എറ്റിക്വറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ തൂവാല കൊണ്ടൊന്ന് മുഖം മറച്ചു വെച്ചിട്ട് ചുമയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഫ്ലുവൻസ പോലുള്ള അല്ലെങ്കിൽ ഈ റെസ്പിറേറ്ററി വൈറസ് അതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ അസുഖമുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. 2, ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു തൂവാല കൊണ്ട് മുഖം മറച്ചു വെച്ചിട്ട് അത് ചെയ്യുക എന്നുള്ളതൊരു ശീലം നമ്മൾ ചെറിയ പ്രായത്തിൽ തൊട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ മാസ്കൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ മാസ്ക് വെച്ചൊന്ന് സ്കൂളിൽ വിടുന്നത് പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പല ഹാൻഡ് വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ കഫ് എറ്റിക്വറ്റിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഈ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. കോട്ടയത്ത് നിന്നും അനിൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ആ കോള് കട്ടായും തോന്നുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ ഒരു മഴക്കാലത്ത് ഈ നിലവിൽ നമുക്ക് പുതുതായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഗുരുതരമാകുന്നത് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും അലർജി, ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് മഴക്കാലത്ത് അത് രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു മുൻകരുതലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, അത് ഈ പറഞ്ഞ പോലെ ഈ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് നമുക്കിനി വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അലർജി, ആസ്മയുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അവർ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പം ഇവർ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ അലർജി, ആസ്മ പ്രശ്നങ്ങളുള്ളവർക്ക് 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക. ഒന്ന്, നമുക്ക് ഈ മൂക്കിനുണ്ടാകുന്ന അലർജി, നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. 2, ഈ ശ്വാസകോശ സംബന്ധമായ അലർജി, അവർക്ക് ചുമയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ 2 രീതിയിലുള്ള അതിൻ്റെ പ്രിവെൻറ്റീവ് പ്രതിരോധ മരുന്നുകൾ നേരത്തെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിരോധ മരുന്ന് വേണോ വേണ്ടയോ എന്നുള്ളതൊരു തീരുമാനത്തിലെത്തുകയും അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുകയും വേണം. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഈ ചുമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അലർജിയുടെ ഭാഗമായിട്ടൊരു ശ്വാസം മുട്ടലോ വീസിങ്ങോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് പോയി ഈ നെബുലൈസേഷൻ, ആവി പിടിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് നമ്മൾ വീണ്ടും അത് ഉണ്ടാവുകയും ആ സമയത്ത് വീണ്ടും ആവി പിടിക്കുകയും അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും കാണാറുള്ളത്. പലപ്പോഴും ഇതിനൊരു പ്രതിരോധ മരുന്നുകളും നമുക്ക് ഇൻഹേലേഴ്സും അങ്ങനെയുള്ള വളരെ സുരക്ഷിതമായ വീണ്ടും ഇത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ചികിത്സ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും പ്രയോജനപ്പെടുത്തുക. നമുക്ക് പലപ്പോഴും അത് വളരെ സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഈ പറയുന്ന മരുന്ന് കൊണ്ടുള്ള പ്രതിരോധ ചികിത്സ, 2 ഏറ്റവും പ്രധാനം നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻഡോർ അലർജൻസ് ഉണ്ട്. അതായത് ഈ പുക, നമ്മുടെ വീടിനകത്തുള്ള
പൊടി, പുക തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ചൂല് വെച്ച് നമ്മളിങ്ങനെ അടിച്ച് തൂക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂക്കിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ വെറ്റ് മോപ്പിംഗ്, അതായത് നനച്ച് തുടയ്ക്കുക. ഇപ്പോൾ അലർജിയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചൂല് വെച്ച് പൊടി പറക്കുന്ന രീതിയിൽ തൂക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നനച്ച് തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രതിരോധം കൂടി നമ്മൾ ചെയ്യണം. അതുപോലെ ഈ വീടിനകത്ത് ഇവർ കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് കഴുകുക. അതുപോലെ ഈ പുക വളരെയധികം പ്രശ്നമുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് സിഗരറ്റ് സ്മോക്ക്. എല്ലാത്തരം എല്ലാത്തരം പുകയും പ്രശ്നമാണ്. പക്ഷേ പലപ്പോഴും ഈ മുതിർന്നവർ, പ്രായമായ ഒരു അപ്പൂപ്പൻ ഒക്കെ പലപ്പോഴും ഈ പുക വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ മുറിയുടെ പുറത്തോ അല്ലെങ്കിൽ മുറ്റത്ത് നിന്ന് പുക വലിച്ചാൽ പോലും മുറിക്കകത്തോ അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് വലിയ പ്രശ്നത്തിലോട്ട് അവർ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് വളരെയധികം നമ്മൾ മാതാപിതാക്കളും ഈ പുക വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവരെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് അവരെ മാത്രമല്ല, ഈ അലർജിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ അവരുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഡോക്ടർ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് എന്തെങ്കിലും ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു മരുന്ന് കൊടുത്തിട്ടൊന്നും രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവരുടെ ആഹാരം കൃത്യമായ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പോഷകസമ്പന്നമായ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ വാക്സിനേഷൻ, നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏതെങ്കിലും എടുത്തിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് എടുക്കുക. പലപ്പോഴും ഇതിനകത്ത് വരുന്ന ഒരു സംശയം, ഏതെങ്കിലും ഇപ്പോൾ ഒരു 5 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ 5 വയസ്സിനത് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇനി അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് ഇനി അത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ സ്വയം തീരുമാനിച്ച് എടുക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് അവരോട് പറയാനുള്ളത്, 5 വയസ്സിന് എടുത്തില്ലെങ്കിൽ പോലും നമുക്കത് പിന്നീട് എടുക്കാം. അത് 7 വയസ്സ് വരെ ആ വാക്സിൻ തന്നെ എടുക്കാം. 7 വയസ്സ് കഴിഞ്ഞാൽ നമുക്കതിന് പകരമുള്ള വാക്സിൻ എടുക്കാം. അപ്പോൾ അത് ആ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ പറയുന്ന വളരെ ഗുരുതരമായ രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം തരുന്ന വാക്സിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വാക്സിനേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ പലപ്പോഴും ഡോക്ടർ, മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി കടന്നോട്ടെ. ഈ ഒരു ഇപ്പോഴത്തെ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ ഒരു പനിയുടെ ഒരു ചെറിയ ഒരു ലാഞ്ചന വരുമ്പോൾ തന്നെ പേരൻസ് ചെയ്തൊരു കാര്യം പാരസെറ്റാമോൾ കൊടുക്കുക എന്നുള്ളതാണ്. പലരുടെയും വീട്ടിലുണ്ടാവും പാരസെറ്റാമോളിൻ്റെ സിറപ്പും ഗുളികയും ഒക്കെ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മഴക്കാലത്ത് പാരസെറ്റാമോൾ മാത്രം മതിയാകുമോ, അല്ലെങ്കിൽ അത് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എത്രത്തോളമാണ്? നമുക്ക് ആദ്യത്തെ ഏത് പനിയാണെങ്കിലും, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏത് തരം പനിയാണെങ്കിലും, നമുക്ക് ആദ്യത്തെ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് പലപ്പോഴും കുഞ്ഞിന് വളരെ തീവ്രമായ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പാരസെറ്റമോൾ വെച്ച് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കൃത്യമായ അളവിൽ പാരസെറ്റമോൾ കൊടുക്കുക. പലപ്പോഴും ഒരു 6 മണിക്കൂർ ഇടവേളകളിൽ നമുക്ക് പാരസെറ്റമോൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ 2 കാര്യം എടുത്ത് പറയാവുന്നത്, പനിക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരേ ഒരു മരുന്ന് പാരസെറ്റമോളാണ്. മറ്റ് പല മരുന്നുകളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പനിക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ ഏറ്റവും സുരക്ഷിതമായ ഒരു മരുന്നേ ഉള്ളൂ, അത് പാരസെറ്റമോളാണ്. പക്ഷേ പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ നമുക്ക് പല അളവുകളിലുള്ള 125 മില്ലിഗ്രാമിൻ്റെ സിറപ്പ്, 250 മില്ലിഗ്രാമിൻ്റെ സിറപ്പ്, 100 മില്ലിഗ്രാമിൻ്റെ ഡ്രോപ്സ്, അങ്ങനെ പല അളവുകളിലുള്ള മരുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തൂക്കത്തിനനുസരിച്ചിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞത് അതനുസരിച്ച് നോക്കിയിട്ട് മാത്രം കൊടുക്കുക. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അളവ് കുറഞ്ഞു പോകാനും പാരസെറ്റമോളിൻ്റെ ഡോസ് കൂടിപ്പോകാനും, പാരസെറ്റമോൾ ഏറ്റവും സുരക്ഷിതമാണെങ്കിൽ പോലും ഡോസ് കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാരസെറ്റമോൾ ഏത് അളവിലുള്ളതാണെന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. 6 മണിക്കൂർ ഇടവേളയിൽ നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാം. മിക്കവാറും പനികളൊക്കെ തന്നെ ഒരു 48 മണിക്കൂറോളം നമുക്ക് വീട്ടിൽ വെച്ച് പാരസെറ്റമോളിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു 3-ാം ദിവസത്തിലോട്ട് പനി കടന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടണം. 3-ാം ദിവസത്തിലോട്ട് കടക്കുമ്പോൾ നമുക്കത് എന്താണ് പനിയുടെ കാരണമെന്ന് പലപ്പോഴും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഏത് തരത്തിലുള്ള പനിയാണെന്ന് പലപ്പോഴും നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോൾ വരും. അതല്ലെങ്കിൽ നമുക്ക് മറ്റ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എല്ലാം സാധാരണഗതിയിൽ നമ്മളൊരു 3-ാം ദിവസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഈ പറയുന്ന അതിൽ ഏറ്റവും പ്രധാനം ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം, വെള്ളം
കുടിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത. അതിൽ ഈ ഒരു ഉപ്പിട്ട കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മുടെ പനിയുടെ സമയത്ത് ഏറ്റവും നല്ലത്. അപ്പം പാരസെറ്റമോളും. വ്യക്തമാണ് ഡോക്ടർ. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ KS പ്രവീണാണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.